നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്കോപ്പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിക് ടെക്നിക്കാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി. എന്താണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി? അപ്പൊ മറ്റുള്ള കോമൺ നമ്മൾ പഠിച്ച മൈക്രോസ്കോപ്പിക് ടെക്നിക്കുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പിയിൽ ഉള്ളത്, അല്ലെ? അപ്പൊ കൺഫോക്കൽ മൈക്രോസ്കോപ്പി കൊണ്ടുള്ള ഉപകാരം എന്താണ്? We will get sharp images, അല്ലെ? വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോർമൽ കൺവെൻഷണൽ എന്താണ് മൈക്രോസ്കോപ്പിലെ ബ്ലഡ് ആയിട്ട് കിട്ടുന്ന ഇമേജുകൾ പോലും ഇവിടെ നമുക്ക് നല്ല ഷാർപ്പ് ആയിട്ട് ലഭിക്കുന്നു. ഓക്കെ, അതാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ്ക്ലൂഡിങ് മോസ്റ്റ് ലൈറ്റ്, അതായത് ആവശ്യമില്ലാത്ത ലൈറ്റുകളെ നമ്മൾ ഒരു സ്പെസിമെനെ എക്സാമിൻ ചെയ്യുന്നു. വി ഹാവ് എ സ്പെസിമെൻ, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാല് കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ലേസർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഒരു സോഴ്സ് ഉണ്ട്, കണ്ടോ? ഇവരെന്ത് ചെയ്യുന്നു? ലേസർ സോഴ്സ് ഉപയോഗിക്കുന്നു, അല്ലെ? നമുക്ക് എപ്പോഴും ഒരു ഇലുമിനേറ്റിംഗ് സോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെയും ഒരു ഇലുമിനേറ്റിംഗ് സോഴ്സ് ഉണ്ട്, ലേസർ ഉണ്ട്. ഓക്കെ, സോ എന്നിട്ടോ ഇൻസ്റ്റെഡ് ഓഫ് അലോവിങ് ഓൾ ലൈറ്റ് ഫ്രം ദ സ്പെസിമെൻ ടു റീച്ച് ഡിറ്റക്ടർ, അപ്പൊ ഉറപ്പായിട്ടും ഈ ലൈറ്റ് ഒക്കെ സ്പെസിമെനിൽ വന്ന് പതിക്കുന്നു, അത് അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ഒരു ഡിറ്റക്ടറിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ കൺഫോക്കലിന്റെ പ്രത്യേകത എന്താണ്? കൺഫോക്കലിന്റെ പ്രത്യേകത only allow a portion of light to pass on to detector. ഇതാണ്, this is the basic principle, this is the fundamental principle of the confocal microscopy. കാണുന്ന എല്ലാ ചവർ ലൈറ്റിനെയും എങ്ങോട്ട് കടത്തിവിടൂല? ഡിറ്റക്ടറിലേക്ക് കടത്തിവിടൂല. in front of detector there is a pinhole aperture. okay, ഒരു pinhole aperture അവിടെ ഉണ്ട്. അപ്പൊ ഇത് എന്താ ചെയ്യാ? ഇത് ഫിൽറ്റർ ചെയ്തിട്ടാണ് വിടുന്നത്, അല്ലെ? selectively allow a tiny portion of the light to pass through. പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മളുടെ സ്പെസിമെനിൽ പതിക്കുന്ന ലൈറ്റില്, അല്ലെ, അവിടുന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ലൈറ്റിനെയും ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നില്ല. പിന്നെ ആരെയാണ് കടത്തിവിടുന്നത്? only the ആരെയാണ്? ഒരു സ്പെസിഫിക് പോർഷനെ മാത്രമാണ് കടത്തിവിടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ പിൻഹോൾ അപ്പേർച്ചർ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഡിറ്റക്ടറിന്റെ മുമ്പിലാണ്. ഓക്കെ, സോ നമ്മുടെ ലേസർ സോഴ്സ്, സ്പെസിമെൻ, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് പതുക്കെ പോവാം. ഓക്കെ, അടുത്തത് എന്താണ്? പിൻഹോൾ അപ്പേർച്ചർ. നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റക്ടർ. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഇതാണ് ഫിൽറ്റർ ആൻഡ് ദിസ് അലോ ഓൺലി എ സെലക്ടീവ് part of light to enter into detector. അപ്പൊ ഒരു പ്രത്യേക ഫോക്കൽ പ്ലെയിനിൽ നിന്നുള്ള, അല്ലെ, ഒരു പ്രത്യേക ആംഗിളിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോക്കൽ പ്ലെയിനിൽ നിന്നുള്ള ലൈറ്റ്, അതായത് നമുക്ക് കാണേണ്ട സാധനം മാത്രം ആണ് ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എൻഷുവേർഡ് ബൈ, ആരാണ് എൻഷുർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എൻഷുവേർഡ് ബൈ പിൻഹോൾ അപ്പേർച്ചർ. ഓക്കെ, പിൻഹോൾ അപ്പേർച്ചർ. ക്ലിയർ ആണോ? പിൻഹോൾ അപ്പേർച്ചർ ആണ് അതിന് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫോക്കൽ പ്ലെയിൻ, പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെസിമെനിലേക്ക് ലൈറ്റ് വരുന്നു, അവിടുന്ന് ഒരു പിൻഹോൾ അപ്പേർച്ചർ സെലക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റിനെ മാത്രമാണ് ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇപ്പൊ ഫോക്കസ് ചെയ്തേക്കുന്ന ആ റീജിയനിലുള്ള ലൈറ്റിനെ മാത്രമാണ് ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നത്. ബാക്കിയുള്ള വേസ്റ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ലൈറ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. എബവ് ആൻഡ് ബിലോ ദ ഫോക്കൽ പ്ലെയിൻ വി വിൽ എക്സ്ക്ലൂഡ് ദ ലൈറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ലൈറ്റിനെ കളഞ്ഞിട്ട് ഫോക്കസ് ആവശ്യമായിട്ടുള്ള ലൈറ്റിനെ മാത്രം എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ മൈക്രോസ്കോപ്പിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. ആവശ്യമില്ലാത്ത ലൈറ്റുകളെയൊക്കെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ? ഔട്ട് ഓഫ് ഫോക്കസ് ലൈറ്റ്, ഫോക്കസ് ആവാത്ത, ഇൻ ഫോക്കൽ പ്ലെയിനിൽ അല്ലാത്ത ലൈറ്റിനെ എല്ലാം തന്നെ എങ്ങോട്ട് കൊടുക്കും? ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഇതിനെല്ലാം ആംപ്ലിഫൈ ചെയ്തെടുക്കും, അല്ലെ? സോ ഒരു ഡിറ്റക്ടർ ഇതിനെല്ലാം തന്നെ എന്ത് ചെയ്യും? പ്രൊജക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലേർഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് ട്രഡീഷണൽ, ഇതെവിടെയാ കിട്ടുക? ട്രഡീഷണൽ മൈക്രോസ്കോപ്പിൽ നമുക്ക് അതുകൊണ്ടാണ് കുറച്ച് ബ്ലേർഡ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് തിക്കർ സ്പെസിമെൻ വി വിൽ ഗെറ്റ് എ ബ്ലേർഡ് ഇമേജ്. ശരിയല്ലേ? നമ്മൾ പണ്ട് PG ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലേർഡ് ഇമേജ് കിട്ടും. തിക്കർ സ്പെസിമെൻ ഒക്കെ ആണെങ്കിൽ ബ്ലേർഡ് കിട്ടും. ബിക്കോസ് ഓഫ് ദിസ് റീസൺ.
ക്ലിയർ? അടുത്തത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? കൺഫോക്കലിന്റെ കേസിൽ എന്താണ്, എന്തുകൊണ്ടാണ് ബ്ലഡ് കിട്ടാത്തത്, ക്ലിയർ ഇമേജ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ്, അല്ലെങ്കിൽ ഇവിടെ കാരണം എന്താണ്, പിൻഹോൾ അപ്പേച്ചർ അവിടെ ഉണ്ട്, ദാറ്റ് വിൽ റിമൂവ് ദ എന്താണ് ഔട്ട് ഓഫ് ഫോക്കസ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ കൺവെൻഷണൽ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ വൈൽഡ് ഫീൽഡ് നമ്മുടെ കൺവെൻഷണൽ മൈക്രോസ്കോപ്പിന് ഡിഫറെന്റ് വേവ് ലെങ്ത് ഫോം ഓഫ് ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നു അല്ലെ, നമ്മൾ എന്തിനാണ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഇമേജ്, ഫസ്സി ആയിട്ടുള്ള ഇമേജ് കിട്ടും, കാരണം ഇമേജ് ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അതാ സെൽ സാമ്പിൾ ഇമേജസ് ആർ ക്യാപ്ചേർഡ് ഫ്രം ഓൾ ഡയറക്ഷൻ, ഒരു പ്രത്യേക ഫോക്കൽ പോയിന്റ് മാത്രമല്ല ഫുള്ള് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, പോയിന്റ് ഇലുമിനേഷൻ. പോയിന്റ് ഇലുമിനേഷൻ, ദ പ്രിൻസിപ്പിൾ, ബേസിക് പ്രിൻസിപ്പിൾ ഈസ് പോയിന്റ് ഇലുമിനേഷൻ മെക്കാനിസം. അപ്പൊ അത് ചോദിക്കും അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം, കൺഫോക്കൽ മൈക്രോസ്കോപ്പി യൂസ് പോയിന്റ് ഇലുമിനേഷൻ ടെക്നിക് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയേണ്ടത്, യെസ് ഇറ്റ് ഈസ് പോയിന്റ് ഇലുമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യുണീക്, കാരണം എന്താണ്, റാപ്പിഡ് ആയിട്ട് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും ഓഫ് സെല്ലുലാർ മോർഫോളജി ആൻഡ് ഓൾ വിത്തൗട്ട് നീഡ് ടു പ്രോസസ് ദ ടിഷ്യൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അങ്ങനെയും ചോദിക്കാം, പിൻ ഹോൾ അപ്പറേച്ചർ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് മൈക്രോസ്കോപ്പിക് ടെക്നിക് എന്ന് ചോദിക്കാം. എന്താണ് പിൻ ഹോൾ അപ്പറേച്ചർ അല്ലെ, എവിടെ കാണപ്പെടാം, ലൈറ്റ് മൈക്രോസ്കോപ്പി അല്ലെ, അങ്ങനെ ചോദിക്കാം. ടെം അല്ലെ, 3 സെം ആൻഡ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് അല്ലെ. പക്ഷേ കറക്റ്റ് ആൻസർ ഏതാണ്, കൺഫോക്കൽ ആണ്. പക്ഷെ ഇതെല്ലാ മൈക്രോസ്കോപ്പും പഠിച്ചു കഴിഞ്ഞിട്ടും കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റണം. സോ പിൻഹോൾ അപ്പേർച്ചർ ഈസ് ഫൗണ്ട് ഇൻ എവിടെയാണ്, കൺഫോക്കൽ മൈക്രോസ്കോപ്പി. അപ്പൊ 2 പ്രത്യേകത, ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് ഇലുമിനേഷൻ, സെക്കൻഡ് വൺ നമുക്ക് പ്രീ പ്രോസസിങ് വേണ്ട, സ്റ്റെയിൻ ചെയ്യേണ്ട, കില്ല് ചെയ്യേണ്ട, ഫ്രീസ് ചെയ്യേണ്ട, സെക്ഷൻ ചെയ്യേണ്ട, സ്റ്റെയിൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ലൈക്ക് ടെം ഓർ സെമ്മിലെ പോലെ ഹെവി പ്രോസസിങ് ഒന്നും തന്നെ ഇല്ല. സാമ്പിൾ എടുത്തുകൊണ്ട് പോവുക, വിഷ്വലൈസ് ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വളരെ കുറച്ചുകൂടെ പ്രത്യേകതയുള്ള മൈക്രോസ്കോപ്പിക് ടെക്നിക് ആണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ 2 പ്രത്യേകതകളും എടുത്ത് ചോദിക്കുന്നതാണ്, ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഫിൽറ്ററിങ് അല്ലെ, പിൻഹോൾ അപ്പേർച്ചറും കൂടെ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പല സ്ഥലത്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടു. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ ബെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് റിഫ്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദിസ് ലൈറ്റ് ഈസ് ബെൻഡ്, അല്ലെങ്കിൽ എന്തുമാത്രം റിഫ്രാക്ഷൻ സംഭവിച്ചു. ദാറ്റ് മെഷർ ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പം എപ്പോഴാണ് ഒരു മീഡിയത്തിൽ നിന്ന് അല്ലെ വേറൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോ അല്ലെ, വാട്ടറിൽ നിന്ന് എയറിലേക്ക് കിടക്കുമ്പോ അല്ലെങ്കിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കിടക്കുമ്പോൾ ദർ ഇസ് ബെൻഡ് ഇൻ ലൈറ്റ് ഡയറക്ഷൻ അല്ലെ, അല്ലെങ്കിൽ ഒരു ബെൻഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ പല മെറ്റീരിയൽസിനും ഡിഫറെന്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആണോ? ബയോളജിക്കൽ ടിഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വ്യത്യാസമുണ്ട്. കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ചിട്ട്, ടിഷ്യൂന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട്, ടിഷ്യൂന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എല്ലാം എന്ത് മാറും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരും. ക്ലിയർ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരും. ഉദാഹരണം, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ പോലെ അല്ല സൈറ്റോപ്ലാസം, അതുപോലെ അല്ല ന്യൂക്ലിയസ്. മനസ്സിലായോ? ഇവിടെയൊക്കെ ചേഞ്ചസ് ഉണ്ട്, കോമ്പോസിഷനിൽ വ്യത്യാസമുണ്ട് അല്ലെ, ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്, ടിഷ്യൂ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഇതിനെല്ലാം അനുസരിച്ചിട്ട് എവിടെ വ്യത്യാസം വരും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം വരും. ഓക്കെ, സോ ദ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ, സെല്ലിന്റെ പുറത്തുള്ള കമ്പോണന്റ് ആണ് എക്സ്ട്രാ സെല്ലുലാർ കമ്പോണന്റ് അല്ലെ. ഇപ്പൊ ബയോളജിക്കൽ ടിഷ്യൂലെ സെല്ലുലാർ, എക്സ്ട്രാ സെല്ലുലാർ കമ്പോണന്റിനൊക്കെ കെമിക്കൽ കോമ്പോസിഷൻ വ്യത്യാസപ്പെടാം. ശരിയല്ലേ അല്ലെ? ലിപ്പിഡോ പ്രോട്ടീനോ ഒക്കെ വ്യത്യാസപ്പെടാം. അപ്പൊ എക്സാമ്പിൾ നോക്കിയേ, സെല്ലുലാർ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് അല്ലെ, ഇവരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇതിന്റെ കാരണം എന്താ, സോ വാട്ട് വിൽ ഹാപ്പൻ, അവിടെ വ്യത്യാസം വരും അല്ലെ, ലൈറ്റ് ഇന്ററാക്ഷൻ, ഈ പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ അവിടെ വ്യത്യാസം വരും. ഓക്കെ, സോ ഇവിടെ കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒപ്റ്റിക്കൽ സെക്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് സെലക്റ്റീവ് ആയിട്ട് ഉള്ള ലൈനിനെ, ഫോക്കസ് ആയിട്ടുള്ള
സോറി, ഫോക്കസ് ആയിട്ടുള്ള ലൈറ്റിങ്ങിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് പ്ലെയിനിലുള്ള ഇൻഫോക്കൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള ലൈറ്റിനെ മാത്രമാണ് എങ്ങോട്ട് കടത്തി വിടുന്നത് അല്ലെ, സ്പെസിഫിനിൽ നിന്ന് വരുന്ന ഇൻഫോക്കസ് ആയിട്ടുള്ള ലൈറ്റിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. അതേ സമയത്ത് റിജക്ട് ചെയ്യുന്നത് ആരെയാണ്, ഫോക്കൽ പ്ലെയിനിന് പുറത്തുള്ള ലൈറ്റിനെ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ യൂസിങ് പിൻ ഹോൾ അപ്പേച്ചർ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവിടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും അല്ലെ, ഇൻ ഹൗ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ഓർ അബ്സോർബ്ഡ് അല്ലെ, ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഒബ്സർവ്ഡ് കോൺട്രാസ്റ്റ് ഇൻ ഇമേജ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇവിടെ വളരെ പ്രധാനമാണ് കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി ചില സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും, ബാക്ക് സ്കാറ്റർ ചെയ്യും അല്ലെ. അപ്പം ഈ ബാക്ക് സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അപ്പിയർ ബ്രൈറ്റർ ദാൻ ലെസ് സ്കാറ്ററിംഗ് സ്ട്രക്ചർ അല്ലെ. അതായത് ബാക്ക് സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് ആ ബാക്ക് സ്കാറ്റർ ചെയ്യുന്ന റീജിയൻ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. ലൈറ്റ് വരുന്നു, സ്കാറ്റർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ദിസ് റീജിയൻ എന്തായിട്ട് കാണപ്പെടും, ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. ചിലത് ഇങ്ങനെ പാസ് ചെയ്ത് വിടും, അപ്പൊ അതിനെ അതെ അബ്സോർബ് ചെയ്ത് വിടും അല്ലെ, പാസ് ചെയ്ത് വിടും. അപ്പൊ അവിടെ കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും. അപ്പൊ ഒരു ഡിഫറൻസ് നമുക്ക് ഫിഗറിൽ കിട്ടും, സോറി നമ്മളുടെ സാമ്പിൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടും. Okay, so the source of image contrast is not due to exogenous stain. ഈ ലൈറ്റ് ഇതിലേക്ക് കടന്നു പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പിൻഹോൾ അപ്പറേച്ചറും ഒക്കെയാണ് ഈ പറയുന്ന ഇമേജ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ സ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, നോ സ്റ്റെയിനിങ്, നോ പ്രോസസിങ് അല്ലെ, സ്റ്റെയിനിങ് ഒന്നുമില്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കൺഫോക്കൽ ഇമേജ് appear different than those from tissues that has been histologically processed and stained. കുറച്ചൊരു വ്യത്യസ്തമായിരിക്കും, സ്റ്റെയിനും ഇല്ല, പ്രോസസിങ്ങും ഇല്ല, ഒന്നുമില്ല അതെ. നമ്മുടെ സാമ്പിൾ ഓർക്കുക, ടെമ്മിലെയോ സെമ്മിലെയോ സാമ്പിൾ പോലെയോ അല്ലെ, അതുപോലെ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ സ്റ്റെയിൻ ചെയ്ത സാമ്പിൾ പോലെ ആയിരിക്കില്ല കൺഫോക്കലിലെ സാമ്പിൾ ഇരിക്കുക അല്ലെ. കാരണം ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റെയിനിങ് ഇല്ല. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്റ്റെയിൻ ആണ് ഫ്ലൂറോക്രോം. നമ്മൾ സ്റ്റെയിനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ദാറ്റ് മീൻസ് കെമിക്കൽ സ്റ്റെയിനിങ് ഒന്നും ഇല്ല, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്ലൂറോക്രോം ആഡ് ചെയ്യാം. ഫ്ലൂറോക്രോം എന്ന് വെച്ചാൽ ഫ്ലൂറസെൻസ്, നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഫ്ലൂറസെൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫ്ലൂറോക്രോം ആഡ് ചെയ്യാം. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലൂറസെൻസ് സ്റ്റെയിനിനെയൊക്കെ പഠിച്ചാണ്, ഓർക്കുന്നുണ്ടോ, റോഡമിൻ പോലെയുള്ള അല്ലെ പോലുള്ള പല ഫ്ലൂറസെന്റ് ഡൈകളെയും ഫ്ലൂറോക്രോമുകളെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുപോലുള്ള ഫ്ലൂറോക്രോംസ് യൂസ് ചെയ്താല് അല്ലെ ലൈറ്റ് വരുന്ന സമയത്ത് ഇവര് ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യും അല്ലെ. ആ ഫസ്റ്റ് ഒരു ഇമേജ് നമ്മൾ കാണിച്ചില്ലേ, സെൻസ് എമിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഒരു ഫിഗർ കിട്ടും. അപ്പൊ ഇതുപോലെ ഫ്ലൂറോക്രോംസ് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് ഫ്ലൂറോക്രോം യൂസ് ചെയ്യാൻ നമ്മൾ ഈ സാമ്പിളിനെ കില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, പ്രോസസ് ചെയ്ത് കില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ ബെനിഫിറ്റ്. ഓക്കെ, സോ എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ദ ഇലുമിനേറ്റർ ഈസ് ഫോക്കസ്ഡ് ഓൺ എ പോയിന്റ് ഓഫ് ദ ഫ്ലൂറോക്രോമാറ്റിക് സ്പെസിമെൻ. ഒന്നും മനസ്സിലായില്ലല്ലോ, ഒന്നുമില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ടിഷ്യൂ ഫ്ലൂറോക്രോം അപ്ലൈ ചെയ്തേക്കുന്നു, ഇതിലൊരു റീജിയനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ഫ്ലൂറോക്രോം അല്ലെ, അങ്ങോട്ടാണ് ലൈറ്റ് വന്നത്, അവിടുന്ന് ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്നു. ആ ഇലുമിനേഷൻ, അപ്പൊ പുറത്തു വന്ന ആ ഫ്ലൂറസെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നു അല്ലെ, ആ പിൻഹോളിന്റെ ഹെൽപ്പോട് കൂടി അത് മാത്രം ഡിറ്റക്ടർ ഫോക്കസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒബ്ജക്റ്റീവിന് ഒരു അപ്പേർച്ചർ ഉണ്ട് അല്ലെ, ഫോക്കൽ പ്ലെയിൻ, ഓൺ ദ ഫോക്കൽ പ്ലെയിൻ ലൊക്കേറ്റഡ് എബവ് ഇറ്റ്. അപ്പൊ ഇതാ ഒബ്ജക്റ്റീവ് അല്ലെ. അപ്പൊ ഫോക്കൽ പ്ലെയിൻ അതിന്റെ മേളിലുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, ബാക്കിയുള്ള ലൈറ്റിനെ, സ്ട്രെയിറ്റ് ലൈറ്റ് നോക്കിക്കേ, ഇതാണ് ഒബ്ജക്റ്റീവ്, ദിസ് ഇസ് ഒബ്ജക്റ്റീവ്, താഴത്ത് സാമ്പിൾ ഉണ്ട് കണ്ടോ, സാമ്പിൾ ഉണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യാ, അപ്പൊ അതിന് മുമ്പ് ഒരു ഫോക്കൽ പ്ലെയിൻ ഉണ്ട്, ഒബ്ജക്റ്റീവിന് ഒരു അപ്പറേച്ചർ ഉണ്ട് അല്ലെ, ഓൺ ദ ഫോക്കൽ പ്ലെയിൻ ലൊക്കേറ്റഡ് എബവ് ഇറ്റ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, പ്രൈമറി ഫംഗ്ഷൻ ബ്ലോക്ക് എനി സ്ട്രേ ലൈറ്റ് ഫ്രം റീച്ചിങ് ദ സ്പെസിമെൻ. ബാക്കിയുള്ള ലൈറ്റ് സ്പെസിമെനിലേക്ക് എത്താതെ കൃത്യമായിട്ട് ലൈറ്റിനെ മാത്രം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അപ്പേർച്ചർ അവിടെ വച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ ആണെന്ന് പറഞ്ഞു അല്ലെ. അത് ഈ പ്ലെയിനിനെ, സ്പെസിമെന്റെ പ്ലെയിനിനെ സ്കാൻ ചെയ്യുന്നു. ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു, ഇമേജിനെ ഡിറ്റക്ട് ചെയ്യുന്നു, ഇമേജ് അല്ലെ. പല ഒപ്റ്റിക്കൽ സെക്ഷൻസിനെ സ്കാൻ ചെയ്യുകയും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം വഴി നമ്മൾ 3D ഇമേജ് പല ഫോക്കൽ പ്ലെയിനിൽ നിന്ന് എടുത്തിട്ട്
കമ്പൈൻ ചെയ്ത് നമുക്ക് 3D ഇമേജ് ആയിട്ട് കിട്ടുന്നു. സോ ഓർക്കുക, കൺഫോക്കൽ മൈക്രോസ്കോപ്പി, point illumination, presence of pinhole aperture, no staining, no processing is needed, then എന്താണ് ഇവിടെ നമുക്ക് മെഷറിങ്ങും ക്വാണ്ടിഫിക്കേഷനും ഒക്കെ പോസിബിൾ ആണ്, ആൻഡ് വി വിൽ ഗെറ്റ് 3D ഇമേജ്. ഈ പോയിന്റ് എല്ലാം തന്നെ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി ആ പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഈ ഫോക്കൽ പോയിന്റിൽ അല്ലാത്ത, അല്ലെ, ഔട്ട് ഓഫ് ഫോക്കൽ പ്ലെയിനിലുള്ള ആൾക്കാർ നമുക്ക് കൃത്യമായിട്ട് ഡിറ്റക്ടറിലേക്ക് വരികയും ഔട്ട് ഓഫ് ഫോക്കൽ പ്ലെയിൻ എന്തായിരിക്കും, ഡാർക്ക് ആയിട്ട് കാണുകയും ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ? പോയിന്റ് ബൈ പോയിന്റ് ഇലുമിനേഷൻ ആണ്. ഔട്ട് ഓഫ് ഫോക്കസ് ലൈറ്റിനെ റിജക്ട് ചെയ്യുകയും വഴി നമുക്കിതിനെ മനസ്സിലാക്കും. ഇതിനകത്ത് ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നത് സിക്രോണിയം ആർക്ക് ലാമ്പും മിൻസ്കീസ് ഡിസൈൻ ലേസർ ലൈറ്റ് സോഴ്സും ഒക്കെയാണ്. ലാമ്പിന്റെ പേരൊന്നും പഠിക്കണ്ട, ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പഠിക്കേണ്ട കൃത്യമായിട്ട്. ലൈറ്റ് സോഴ്സ് ലേസർ സോഴ്സ് ആണ്. സിക്രോണിയം ആർക്ക് ലാമ്പും മിൻസ്കി ഡിസൈനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചോദിച്ചിട്ടില്ല ഇതിനു മുമ്പ്, PYQ ഒന്നും അവിടെ നിന്നില്ല. ഒന്ന് നോക്കി വെച്ചേക്കുക, ഓപ്ഷൻ കണ്ടാൽ എഴുതാൻ പറ്റണം കേട്ടോ. സോ എക്സൈറ്റേഷൻ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലേസർ ആണ്. എന്നിട്ട് ഡൈക്രോണിക് മിറർ ഉണ്ട്, അല്ലെ, ഡൈക്കോറിക് മിറർ ഉണ്ട്, അതുവഴി റിഫ്ലക്ട് ചെയ്യുന്നു. എന്നിട്ട് സ്കാനിങ് മിറേഴ്സ് ഉണ്ട്, അതുവഴി സ്പെസിമെനിലേക്ക് പോകുന്നു. സ്പെസിമെനെ ബാക്ക് ആൻഡ് ഫോർത്ത് സ്കാൻ ചെയ്തിട്ട് പ്രത്യേകമായിട്ടുള്ള ലൈറ്റ് മാത്രം എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ ഡിറ്റക്ടറിലേക്ക് പോകുന്നു. ഇനി ഫ്ലൂറസെന്റ്, അല്ലെ, descanned by the same mirrors that are used to scan the excitation light from the laser beam. അതായത് അങ്ങോട്ട് നമ്മൾ മിറർ വഴി കടത്തി വിട്ടില്ലേ, അല്ലെ, അതേ മിററുകൾ തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്ന ഫ്ലൂറോസെൻസിനെയും ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് that passes through dichroic mirror, then focus to pinhole, then to detector. എളുപ്പല്ലേ, മനസ്സിലാക്കാൻ എളുപ്പമാണ്, അല്ലെ. എന്നിട്ടോ ഡിറ്റക്ടർ ഈസ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, അവരെ ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പൊ അതായത് ഇവിടെ നോക്കിയേ, ലേസർ ലൈറ്റ് ഡൈക്കോണിക് മിറർ ഉണ്ട്, എന്നിട്ടോ പാസ് ചെയ്യുന്നു. അത് നേരെ പല മിറർ വഴി ഒബ്ജക്റ്റീവിലേക്ക് വരുന്നു, സ്പെസിമെനിലേക്ക് വരുന്നു. എന്നിട്ടോ അവിടുന്ന് തിരിച്ചു പോകുന്നു. ആ ലൈറ്റ് തിരിച്ച് സ്കാറ്റർ ചെയ്യുന്ന സെയിം ആൾക്കാർ വഴി, മിറർ വഴി. കണ്ട, ഈ പച്ച ലൈറ്റ് ആണ് തിരിച്ചു പോകുന്ന ലൈറ്റ്. ഇപ്പൊ പിങ്ക് കളറ് ഇൻസിഡന്റ് ലൈറ്റ് ആണ്, അവിടെ നോക്കി ഒരു പച്ച കളർ ലൈറ്റ് പോകുന്നുണ്ടോ, കാണാലോ, ഇതിപ്പോ കാണാലോ. തിരിച്ച് അതേ മിറർ വഴി, ഡൈക്കോറിക് മിറർ ഒക്കെ വഴി തിരിച്ച് ഡൈക്കോറിക് മിറർ വഴി എങ്ങോട്ട് പോകുന്നു, പിൻഹോൾ അപ്പറേച്ചർ ടു ഡിറ്റക്ടറിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ ആണ്. ഇതാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോക്കുക. ഇവിടെ നമ്മളുടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതുവഴി ഈ ലൈറ്റ് വരുന്നു, കണ്ടോ. എന്നിട്ടോ ഈ ബീം സ്പ്ലിറ്ററും ഡൈക്കോറിക് മിററും ഒക്കെ വഴി വരുന്നു, സാമ്പിളിലേക്ക് പതിക്കുന്നു, തിരിച്ച് ഗ്രീൻ ലൈറ്റ്, കണ്ടോ, ഇവിടുന്നാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് വരുന്നത് ഇവിടുന്നാണ്, പതിക്കുന്നു, തിരിച്ച് ബീം സ്പ്ലിറ്ററും മിററും ഒക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നു. വളരെ എളുപ്പമാണ്. അപ്പൊ ഇവിടെ കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ബയോമെഡിക്കലിലും മൈക്രോബയോളജിയിലും ഡെവലപ്മെന്റൽ ബയോളജിയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഫോർ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് കൺഫോക്കലിന്റെ പ്രത്യേകത. 3D ഇമേജ് കിട്ടുന്ന, പോയിന്റ് ഇലുമിനേഷൻ ഉള്ള, പിൻഹോൾ അപ്പറേച്ചർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പി. ഈ 3 പോയിന്റ് ഒരിക്കലും മറക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്